अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। आज भी मैं उस पाक ग्रोह के चंद अफराद ഇന്നും ഞാൻ वाक़यात को जिक्र करूंगा ഹദ്രത്ത് മസീഹി മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ പ്രാപിച്ച ആ പരിശുദ്ധ സംഘത്തിലെ ചില വ്യക്തികളുടെ സ്വപ്നങ്ങളെയും സംഭവങ്ങളെയും സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ്. അവർ മുൻകടന്നു പോയവരുമായി ചേർക്കപ്പെട്ട ആഖിരീങ്ങളിൽ ഉൾപ്പെടുന്നവരാണ്. ഈ സംഭവങ്ങളെല്ലാം തന്നെ പ്രസ്തുത സഹാബാക്കളുടെ और हज़रत सल्लल्लाहु अलैहि वसल्लम से मोहब्बत का ആന്തരിക പരിശുദ്ധിയെയും അള്ളാഹുമായുള്ള ബന്ധത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായുള്ള അനുരാഗത്തിന്റെ പ്രകടനത്തെയും വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഹദ്രത്ത് മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുള്ള തെളിവുകളുമാണ്. अब्दुल मजीद खान साहब की वो फरमाते हैं ആദ്യത്തെ റിവായത്ത് ഡോക്ടർ അബ്ദുൽ മജീദ് ഖാൻ സാഹിബിന്റേതാണ്. അദ്ദേഹം പറയുന്നു, कि वसाल के चंद साल बाद मैंने ख्वाब में देखा कि आप और रसूल करीम ഹുസൂറിന്റെ ചരമത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഹദ്രത്ത് ഉമർ റളിയല്ലാഹു തആലഹുവിനെയും സ്വന്തം ഭവനത്തിൽ कहते हैं मैंने देखा ദർശിക്കുകയുണ്ടായി. कि सब निहायत खुश ഭവനം രാജസ്ഥാനിലായിരുന്നു. പറയുന്നു, कौन है, तो आपने फरमाया എല്ലാവരെയും വളരെ സന്തോഷഭരിതരായി ഞാൻ കണ്ടു. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആകുന്നു. രണ്ടാമതും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. दामत से नीचे करके फिर जो देखा നിവേദനം ചെയ്യുന്ന വ്യക്തി പറയുന്നു, ഞാൻ എന്റെ ശിരസ് ലജ്ജയാൽ അല്പം താഴ്ത്തിയതിനു ശേഷം വീണ്ടും നോക്കിയപ്പോൾ इस्लाम को മൂന്നുപേരും അപ്രത്യക്ഷരായിരുന്നു. രൂപഭാവങ്ങളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും സാമ്യതയുണ്ടായിരുന്നു. അതായത് അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിരൂപത്തിലായിരിക്കും എന്നതിന് അള്ളാഹു തെളിവ് നൽകുകയാണ്. की रिवायत है। പിന്നീട് आते हैं ഹദ്രത്ത് മിയാ ഗുലാം ഹുസൈൻ സാബ് ഭട്ടി फतेहपुर तालीम നിവേദനം ചെയ്യുന്നു, പറയുന്നു, बाद मेरे दोस्त ഞാൻ अराई ഫത്തേപൂരിൽ വിദ്യ അഭ്യസിക്കുകയായിരുന്നു. 2-3 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഒരു ആത്മാർത്ഥനും സത്യസന്ധനും സൽപ്രകൃതക്കാരനുമായ സുഹൃത്ത് ലാൽദീൻ ആരായി രാത്രി സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഞാൻ मोहम्मद मुस्तफ़ा सल्लल्लाहु അതായത് ലാൽദീൻ സാഹിബ്
ജനാബ് हाजिर होने ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. हुजूर ने वालेकुम സന്നിഹിതനായപ്പോൾ ഞാൻ ഹുസൂറിന് അസ്സലാമു അലൈക്കും സമർപ്പിച്ചു. आ गए हो। ഹുസൂർ വാ അലൈക്കും സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ പറഞ്ഞു, हुजूर एक कुर्सी മിയാ ലാൽദീൻ എത്തിയോ? और आपकी दाएं ഞാൻ പറഞ്ഞു, അതെ, എത്തിക്കഴിഞ്ഞു. बैठा था ഹുസൂർ ഒരു ആസനത്തിൽ ഉപവിഷ്ടനായിരുന്നു. कि मियां लाल दीन ആ മഹാത്മാവിന്റെ വലതുഭാഗത്ത് ഒരു വ്യക്തി കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. मेहदी है। ഹുസൂർ പറഞ്ഞു, മിയാ ലാൽദീൻ, നിനക്ക് ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇത് മഹദിയാകുന്നു. उसे पहचान ले। मैंने अर्ज किया, जनाब मैंने पहचान लिया है। അദ്ദേഹത്തെ തിരിച്ചറിയുക. ഞാൻ പറഞ്ഞു, ജനാബ്, ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. कहते हैं मियां लाल दीन साहब मरहूम फरमाते हैं कि मैंने जो मेहदी की तरफ देखा तो मालूम हुआ മിയാ ലാൽദീൻ സാബ് പറയുന്നു, नूर की शुआएं निकल ഞാൻ മഹദിയുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വദനത്തിൽ നിന്ന് इस ख्वाब के പ്രകാശത്തിന്റെ കിരണങ്ങൾ പുറപ്പെടുന്നതായി ഞാൻ കണ്ടു. उनकी तबीयत यानी मियां लाल അതിനുശേഷം ഞാൻ ഉണർന്നു. फौरन खुदा ताला ആ സ്വപ്ന ദർശനത്തിന് ശേഷം बच्चों को नमाज की दिल ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രകൃതം, അതായത് ലാൽദീനിന്റെ പ്രകൃതം അള്ളാഹുവിലേക്ക് ചെരിഞ്ഞു. और दीवानगी का इलाज करने लगे। കുട്ടികളോട് നമസ്കാരം തുടങ്ങിയവയ്ക്കായി ഉപദേശിക്കാൻ തുടങ്ങി. अहमदी मरहूम പള്ളിയിൽ കൂടുതലായി പോകാൻ തുടങ്ങി. जबरदस्त की ജനങ്ങൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് കരുതി അതിന് ചികിത്സിക്കാൻ തുടങ്ങി. മൗലവി സുൽത്താൻ സാഹിബ് അഹമ്മദി മർഹൂം നല്ല കഴിവുള്ള ഒരു വൈദ്യനായിരുന്നു. तो फौरन कादियान की तरफ रवाना हुए हो पड़े। അദ്ദേഹം उस वक्त मेहदी की ഈ സ്വപ്നം കേട്ടപ്പോൾ ഉടൻ തന്നെ കാദിയാനിലേക്ക് പുറപ്പെട്ടു. मौलवी साहब അന്നേരം മെഹദിയുടെ ആഗമനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരസ്യമായിരുന്നു. साहब से मेरे लिए भी മൗലവി സാഹിബ് പുറപ്പെട്ടപ്പോൾ മിയാ ലാൽദീൻ സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, वापस आए। ഹദ്രത്ത് സാഹിബിനെ കൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. ने उनसे दरियाफ्त फरमाई പ്രസ്തുത മൗലവി സാഹിബ് ബയ്യത്ത് ചെയ്ത് മടങ്ങിയപ്പോൾ से मंगवाई थी। മിയാ ലാൽദീൻ അദ്ദേഹത്തോട് ചോദിച്ചു, गया എനിക്ക് വേണ്ടി ഹദ്രത്ത് സാഹിബിനോട് ദുആക്ക് പറഞ്ഞുവോ? कि अच्छा, മൗലവി സാഹിബ് പറഞ്ഞു, സഹോദര, ഞാൻ മറന്നുപോയി. लेकिन मैं नहीं गया। മിയാൻ ലാൽദീൻ സാഹിബ് പറഞ്ഞു, അത് ശരി, दरियाफ्त താങ്കൾ കാദിയാനിൽ പോയി വന്നു, में गया था। എന്നാൽ ഞാൻ പോയിട്ടില്ല. ख्वाब में नजारे താങ്കൾ എന്നിൽ നിന്ന് കാദിയാന്റെ അവസ്ഥ ചോദിച്ചുകൊള്ളുക. चुनाचे അതായത് ഞാൻ പോയിട്ടില്ലെങ്കിലും സ്വപ്നത്തിൽ കണ്ട കാഴ്ചകൾ എനിക്ക് വിവരിക്കാൻ സാധിക്കുന്നതാണ്. खींच दिया। मौलवी അങ്ങനെ तैयार हो गए। അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാദിയാന്റെ രൂപം കൃത്യമായി വിവരിക്കാൻ തുടങ്ങി. മൗലവി സാഹിബ് സ്തബ്ധനായി. ध्यान किए। മൗലവി സാഹിബിന്റെ സംസാരം കേട്ടുകൊണ്ട്, हम तीन आदमी यानी मुंशी का അതായത് കാദിയാന്റെ സംഭവങ്ങളെക്കുറിച്ച് गिरदावर നിവേദകൻ പറയുന്നു, पटवारी ഞങ്ങൾ 3 പേർ, അതായത് മുൻഷി കറമിലാഹി ഗർദാവർ ധനവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാകുന്നു. फसलों की नुमाइश वगैरह और അദ്ദേഹം കൃഷിയിടങ്ങളിലെ വിളവുകളെ അളന്ന് കരം നിശ്ചയിക്കുന്നു. किया जाता है। बहरहाल महकमा माल के मुलाजिम को जो गांव में मुतय्यन होता है उसको गिरदावर भी कहते हैं। ഗ്രാമങ്ങളിൽ നിയമിക്കപ്പെടുന്ന ധനവകുപ്പിന്റെ ജോലിക്കാരനെയും ഗർദാവർ എന്നാണ് പറയുന്നത്. मियां रमजान दीन मियाना പറയുന്നു, മുൻഷി കരം ഇലാഹി സാഹിബ് ഗർദാവറും ये बात इसलिए मैं बयान कर മിയാൻ റമദാൻ ദീൻ നിയാനയും ഞാനും ബയ്യത്തിനുള്ള കത്തെഴുതി. അതിനെ ഞാൻ വിശദമാക്കി തരാം. बाद തർജുമ ചെയ്യുന്നവർ പറയുന്നത് ചില കാര്യങ്ങൾ മനസ്സിലാകാറില്ലെന്നാണ്. और मियां मोहम्मद പറയുന്നു, അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം മിയാൻ ലാൽദീനും ഞാനും यानी मुराद മിയാ മുഹമ്മദ് യാറും മുറാദ് ബാഗുബാനും, आने का कसद किया। हम पैदल चलकर रात को मियां चन्नू के അതായത് മുറാദ് എന്ന് പേരുള്ള ബാഗ്ബാൻ 4 പേരും ചേർന്ന് കാദിയാനിൽ പോകാൻ തീരുമാനിച്ചു. लाल दीन ने ഞങ്ങൾ കാൽനടയായി രാത്രി ചെന്നു സ്റ്റേഷനിലെത്തി. തലേ രാത്രി എഴുന്നേറ്റ് നഫൽ നമസ്കരിച്ചു. മിയാൻ ലാൽദീൻ രാത്രി സ്വപ്നം കേൾപ്പിച്ചു. ഹദ്രത്ത് സാഹിബ് പറയുന്നു, कि हजरत കഴുതയെ കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനം? ने क्या फायदा है। അതായത് രാത്രി ലാൽദീൻ സ്വപ്നം കണ്ടു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, കഴുതയെ കൊണ്ടുവന്നതുകൊണ്ട് എന്ത് പ്രയോജനം? बात को इसरार किया മിയാൻ ലാൽദീൻ സാഹിബ് വീണ്ടും വീണ്ടും പറഞ്ഞു, സഹോദരന്മാരെ, कि जो फरमाया हमने कि गधे को लेके आए हो നമ്മളിൽ ആരാണ് കപടവിശ്വാസി? मुनाफकाना അതായത് കഴുതയെ കൊണ്ടുവന്നിട്ട് എന്തു ഗുണമെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിന്റെ അർത്ഥം നിശ്ചയമായും നമ്മളിൽ ഒരാൾ കപടവിശ്വാസി ആണെന്നാണ്. मुराद बागबान बोला, ये नामी जो मुराद ഓരോരുത്തരോടും അദ്ദേഹം ചോദിച്ചു, അതായത് 4 പേരോടും. मैं तेरे लिए അപ്പോൾ മുറാദ് ബാഗ്ബാൻ പറഞ്ഞു, वरना मैं बैत तो അതായത് മുറാദ് എന്ന് പേരുള്ള ബാഗ്ബാൻ, ऐसा ही അദ്ദേഹം പറഞ്ഞു, अल्लाह
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്, നിങ്ങൾ അവിടെ തങ്ങരുത്, അല്ലെങ്കിൽ ഞാൻ ബയ്യത്ത് ചെയ്യുന്നതല്ല. मियां लाल दीन അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ വാഹനത്തിൽ സഞ്ചരിച്ച് ബട്ടാലയിൽ ഇറങ്ങി ലാൽദീന്റെ മാർഗദർശനത്തിൽ കാദിയാനിലെത്തി. ठीक दोपहर के वक्त നട്ടുച്ച സമയത്താണ് ഞങ്ങൾ खाने का वक्त था। മുകളിലുള്ള പള്ളിയിലേക്ക് പ്രവേശിച്ചത്. ഭക്ഷണത്തിന്റെ സമയമായിരുന്നു. വസ്ത്രങ്ങളെല്ലാം അവിടെ തന്നെ വെച്ച് कहते हैं कपड़े वगैरह हमने वहीं रखे। एक शख्स ने आवाज दी कि खाना तैयार। മസ്ജിദ് മുബാറക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. हम तकरीबन പറയുന്നു, വസ്ത്രങ്ങളെല്ലാം അവിടെ വെച്ച് आदमी थे। ഭക്ഷണം തയ്യാറാണ്, എല്ലാവരും വരിക എന്ന് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഏകദേശം 10-12 ആളുകളോളം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചുകൂടി. मुल्तान में അവരിൽ നിന്നുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വീട് ഏത് ജില്ലയിലാണ്? മിയാ ലാൽദീൻ മറുപടി പറഞ്ഞു, മുൾത്താൻ ജില്ലയിൽ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇങ്ങോട്ട് വരാനുള്ള ആവേശം എങ്ങനെയാണ് ജനിച്ചത്? उसने कहा മിയാ ലാൽദീൻ പ്രസ്തുത സ്വപ്നം മുഴുവനും വിവരിച്ചു. तो मियां लाल दीन ने कहा कि इंशाल्लाह जरूर। चुनाचे അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ഹദ്റത്ത് സാഹിബിനെ തിരിച്ചറിയുമോ? അപ്പോൾ ലാൽദീൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, നിശ്ചയമായും. അങ്ങനെ പുതുതായി വരുന്ന ഓരോരുത്തരോടും അവരുടെ ആതിഥേയർ പരീക്ഷിക്കാനായി ഇതാണോ മസീഹ് മൗദ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. तो मियां लाल दीन ने कहा कि ये नहीं है। मुख्तलिफ आदमियों को मुतल्लिम पूछा, कहा कि ये है। उन्होंने कहा नहीं ये नहीं है। മിയാൻ ലാൽദീൻ സാഹിബ് പറഞ്ഞു, അല്ല, ഇതല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മറ്റൊരു വ്യക്തിയെയായിരുന്നു. आकर मस्जिद में देखा जो थोड़ी എന്നാൽ ഹദ്റത്ത് സാഹിബ് खिड़की थी वहां से। കിളിവാതിലിലൂടെ പള്ളിയിലേക്ക് എത്തി നോക്കിയപ്പോൾ, लाल दीन ने फौरन कहा कि वो हजरत साहब हैं। वही नूर मुझे नजर आ गया അതായത് जो मैंने ख्वाब में देखा था। ജനലിലൂടെ പള്ളിയിലേക്ക് നോക്കിയപ്പോൾ മിയാൻ ലാൽദീൻ ഉടൻ തന്നെ പറഞ്ഞു, അത് ഹദ്റത്ത് സാഹിബാകുന്നു, സ്വപ്നത്തിൽ കണ്ട അതേ പ്രകാശം ഞാൻ കാണുന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ये दोनों साहब हैं। ഹദ്റത്ത് മൗലവി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് बाबू मीरा बख्श साहब दिल तरान ബാബു മീരാം ബക്ഷ് സാഹിബിനെ കുറിച്ച് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, मीरा बख्श साहब രണ്ടുപേരും जो 313 സഹാബിമാരാണ്. ബാബു മിയാൻ ഷേഖ് സാഹിബ് 313 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. यहाँ पूरा 1 माह इलाज कराया അദ്ദേഹം രോഗബാധിതനായി. और इस അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഹദ്റത്ത് സാഹിബിന്റെ സവിധത്തിൽ ഹാജരായി. അവിടെ ഒരു മാസം മുഴുവനും ചികിത്സിച്ചു. അതിനിടയിൽ ഹദ്റത്ത് അഖ്ദസുമായി കൂടിക്കാഴ്ചകൾ നടന്നു വന്നു. ഇത് ബയ്യത്തിന് മുമ്പുള്ള സംഭവങ്ങളാണ് പരാമർശിക്കുന്നത്. പറയുന്നു, 3 രാത്രികളിൽ സ്വപ്നം കണ്ടു. जल्दी बैत करो। അവസാന രാത്രിയിൽ ഒരു ഭീകരരൂപിയായ മനുഷ്യൻ വാള് കയ്യിലെടുത്തുകൊണ്ട് ഉടൻ ബയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. उसके बाद ഏതായാലും അദ്ദേഹം രാവിലെ ബയ്യത്ത് ചെയ്തു. बैत करने के ചികിത്സയ്ക്ക് ശേഷം അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷവും ഹദ്റത്ത് സാഹിബുമായി, बाद खान साहब फरमाते हैं അതായത് ബയ്യത്തിന് ശേഷവും ഹദ്റത്ത് സാഹിബുമായി കത്തുകളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഹദ്റത്ത് മിയാൻ സോനെ ഖാൻ സാഹിബ് പറയുന്നു, എന്റെ വീട്ടിൽ ഒരു എരുമയുണ്ടായിരുന്നു. हमारे गांव में അത് പ്രസവിച്ചു. के पहले रोज के दूध की खीर पकाकर ആദ്യ ദിവസത്തെ പാലുകൊണ്ട് और वहाँ कोई शाह था പായസമുണ്ടാക്കി उसकी खानकाह पर चढ़ाते थे। സയ്യിദായ ഫത്ത് അലി ഷാഹിന്റെ മക്ബറയിൽ നേർച്ച നേരുന്ന ആചാരം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നു. और मेरे वालिद और പീരു ഫക്കീർമാരുടെയും അവസ്ഥ ഇപ്രകാരമാണ്. പറയുന്നു, എന്റെ ഭാര്യയും പായസമുണ്ടാക്കി. हम नहीं खाएंगे, എന്റെ പിതാവിനെയും പിതൃ സഹോദരനെയും ഭക്ഷണത്തിനായി ക്ഷണിച്ചു. हो गया इसलिए ഞങ്ങൾ കഴിക്കില്ല, നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്നവർ മറുപടി പറഞ്ഞു. मेरी बीवी അതായത് സോനെ ഖാൻ സാഹിബ് ബയ്യത്ത് ചെയ്തിരുന്നു. അങ്ങനെ കാഫിറായ കാരണത്താൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ മൃഗത്തിന്റെ പായസം നിങ്ങൾ കഴിക്കില്ല. एक हकीम എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ പായസമുണ്ടാക്കി ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ കഴിക്കില്ല, നിങ്ങൾ കാഫിറായി എന്ന് മറുപടി പറഞ്ഞു. അന്ന് പുറത്തെവിടെ നിന്നോ ഒരു വൈദ്യൻ വന്നിട്ടുണ്ടായിരുന്നു. में डालकर इस അദ്ദേഹം ഞങ്ങളുടെ പിതൃ സഹോദരന്റെ മിത്രമായിരുന്നു. ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ഞാൻ പായസം പാത്രത്തിലാക്കി यानी दुआ पढ़ के मैं कहा ठीक है ആ വൈദ്യന്റെ മുന്നിൽ വെച്ചു. അദ്ദേഹം ഖത്തം ഓതി അത് കഴിച്ചു. അതായത് ദുആ ചൊല്ലിക്കൊണ്ട് അത് കഴിച്ചു. यानी हकीम साहब ने मुझे पूछा कि तुमको क्या सिखाया है। ഏതായാലും बैत करने के बाद ഹക്കീം സാഹിബ് എന്നോട് ചോദിച്ചു, നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? അതായത് ബയ്യത്തിന് ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞു, 5 നേരം നമസ്കരിക്കുക, कहती मानो ये बताइए बातें। സലാത്ത് ചൊല്ലുക, फरमाया എന്നെ സത്യമെഹദിയായി അംഗീകരിക്കുക. ഈ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ये किस आयत വൈദ്യൻ പറഞ്ഞു, ഏത് സലാത്ത് ചെല്ലുന്നത് കൊണ്ടാണ്, ഏത് ഖുർആനിക വചനം ഉരുവിടുന്നത് കൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം സാധ്യമാകുന്നു
ഏത് സ്വലാത്തിനെയാണ് നിങ്ങൾ അനുവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണമായിരുന്നു. ഞാൻ जो जिक्र पास अपना അന്ന് തന്നെ ഹദ്രത്ത് സാഹിബിന് കത്തെഴുതി. ഹക്കീം സാഹിബ് ചോദിച്ച ചോദ്യങ്ങൾ അതിലെഴുതി. പറയുന്നു, ഞാൻ ചിഷ്തി जो चिश्तिया खानदान കക്ഷിയുടെ സേവകനായിരുന്നു. അതായത് അല്ലാ എന്നതിനെയും ലാ ഇലാ ഇല്ലല്ലാ എന്നതിനെയും ദിക്റുകളുടെ രാജാവ് എന്ന് പറയുന്ന ചിഷ്തി കക്ഷിയിൽ. और उसके अलावा भी जितने वजीफे मुझे पता थे ഏതായാലും എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ അത് ഉരുടുമായിരുന്നു. कुल वजीफे लिखकर അത് കൂടാതെ എന്റെ അറിവിലുള്ള മറ്റു ദിക്റുകളും ഞാൻ എഴുതി. जवाब इस तरह दिया എല്ലാ ദിക്റുകളും എഴുതി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അയച്ചു. ഹദ്രത്ത് സാഹിബ് അതിന് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു. എന്റെ കാലഘട്ടം ഹദ്രത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരംഭ കാലഘട്ടമാകുന്നു. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമാണ് എന്റെ കാലഘട്ടം. നിങ്ങൾ എഴുതിയ എല്ലാ ദിക്റുകളും വ്യർത്ഥമാണ്. मेरा जो जिक्र ഈ കാലഘട്ടത്തിന് है जो हजरत അത് യാതൊരു സ്വാധീനവും ചെലുത്തുന്നതല്ല. सूरह फातिहा पढ़ो എന്റെ ദിക്റ് दरूद शरीफ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ദിക്റാകുന്നു. लाहौल पढ़ो അതായത് സൂറ ഫാത്തിഹ ഓതുക, സലാത്ത് ചൊല്ലുക, फायदा होगा ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുക, और ലാ ഹൗൽ ചൊല്ലുക. मेरा कुल दरूद शरीफ ഇതാണ് അനുഗ്രഹദായകം. ഇത് ഗുണം ചെയ്യുന്നതാണ്. में आए हैं പറയുന്നു, ഹദീസിൽ വന്നിട്ടുള്ള എല്ലാ സ്വലാത്തിനെയും ഞാൻ അനുവർത്തിക്കുന്നു. शरीफ पढ़ो लेकिन शर्त यह है അതിൽ ഞാൻ വിശ്വസിക്കുന്നു. उन्होंने लिखा कि शर्त यह है कि जिस वक्त दरूद शरीफ पढ़ो अगर तुम ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നു, सल्लल्लाहु റസൂലിനെ ദർശിക്കണം എന്ന അഭിലാഷമുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ റസൂലിനോടുള്ള അനുരക്തി ഹൃദയത്തിൽ സ്ഥാപിക്കുക, और मोहब्बत മറ്റുള്ള ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുക हर दूसरी मोहब्बत എന്നതാണ് निबंधന. और रसूल करीम सल्लल्लाहु अलैहि वसल्लम की मोहब्बत को सबसे ज्यादा दिल में कायम करो അതായത് മറ്റുള്ള ഇഷ്ടങ്ങളെയും ഉപേക്ഷിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ ഹൃദയത്തിൽ പതിപ്പിക്കുക. गैरंदियों का भी असर था दरूद हजारा पढ़ना शुरू പറയുന്നു, ഞാൻ സലാത്ത് മുതലായവ ചെല്ലാൻ തുടങ്ങി. दरूद शरीफ ഹസാറ സലാത്ത് ചെല്ലാൻ തുടങ്ങി. तहज्जुद के वक्त ഹസാറ സലാത്ത് തഹജ്ജുദിന്റെ സമയത്ത് 1000 തവണ സലാത്ത് ചൊല്ലുന്നതാണ്. के बाद फिर कुछ अपने अल्फाज हैं इनके बहरहाल इसको അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ എന്നതിന് ശേഷം അവർ ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു. पढ़ना शुरू ഏതായാലും അതിനെയാണ് ഹസാറ സലാത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം നവ അഹമ്മദിയായിരുന്നു. പറയുന്നു, आमतौर पर ഞാൻ ഈ സലാത്ത് ചെല്ലാൻ തുടങ്ങി. ഹസാറ സലാത്ത് എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന്റെ സമയത്ത് 1000 സലാത്ത് ചെല്ലുക. कहते हैं मैंने പൊതുവിൽ പറയപ്പെടുന്നത് അത് ചൊല്ലുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനം സാധ്യമാകുമെന്നാണ്. और आलम പറയുന്നു, ഞാനത് ചെല്ലാൻ തുടങ്ങി. അല്പദിനങ്ങൾക്ക് ശേഷം और मुझको हाथ पकड़कर अपने साथ ले गए അദ്ദേഹവും മിർദ സാഹിബും ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ലോകത്ത് ആഗതരായിക്കൊണ്ട് എന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയി कतारें बांधे खड़े थे ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സവിധത്തിലെത്തിച്ചു. मगर हम അവിടെ ആളുകൾ വരിവരിയായി നിൽക്കുന്നു. लाइन में जगह मिली പ്രപഞ്ച നേതാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. ഞങ്ങൾക്ക് പിന്നിലെ വരിയിലാണ് ഇടം ലഭിച്ചത്. सरवरे कायनात ജനാബ് മിർദ സാഹിബ് सल्लल्लाहु अलैहि वसल्लम ഉച്ചത്തിൽ പറഞ്ഞു, बाबत अच्छा അല്ലയോ പ്രപഞ്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, फरमाया ഞങ്ങൾ സോനെ ഖാൻ സാഹിബിന് വേണ്ടി നല്ല സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹദരത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, शहरी में സോനെ ഖാൻ സാഹിബിന് വേണ്ടി ചെയ്ത സംവിധാനങ്ങൾക്ക് നാം അനുമതി നൽകുന്നു. और चंद बुजुर्गों की मैंने कहते हैं കോടതിയിൽ സന്നിധനാവുക, അതായത് ഇവിടെ ഇരിക്കുക. സ്വപ്നമാണ് അദ്ദേഹം വിവരിക്കുന്നത്. പറയുന്നു, ഞാൻ ചില സാത്വികരെയും ദർശിച്ചു. മിർദ സാഹിബ് അനുമതി വാങ്ങിക്കൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്നു, यकीन वली അതായത് ആ സദസ്സിൽ നിന്ന് हजरत എന്റെ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. बन शरीफ वालों ने मुझको കഴിഞ്ഞു കടന്നുപോയ സാത്വികരായ സത്യസന്ധരായ വലിയുള്ളമാരിൽ कर लिया फरमाया मिर्जा साहब का हमारा ഹദ്രത്തിൽ മീരാൻജി സയ്യിദ് वो मेहदी ബൻ ഷെരീഫ് ആത്മീയ സ്വപ്നത്തിൽ ബയ്യത്ത് ചെയ്തിരുന്നു. പറയുന്നു, മിർദ സാഹിബിന്റെയും എന്റെയും ഒരേ രൂപമാണ്. അദ്ദേഹവും മെഹദി, നാമും മെഹദി. थे उन्होंने फरमाया സുൽത്താൻ റിയാസ് കപൂർത്തല എന്ന വ്യക്തിയെ സ്വപ്നത്തിൽ കണ്ടു. हमारा उनका അദ്ദേഹം ഒരു പരിപൂർണ സാത്വികനായിരുന്നു. പറഞ്ഞു, അദ്ദേഹം മെഹദിയാണ്, ഈസയാണ്. कि जब कर्म അദ്ദേഹത്തിന്റെയും നമ്മുടെയും ഒരേ രൂപമാണ്. था അദ്ദേഹം തന്റെ സ്വപ്നമാണ് വിവരിക്കുന്നത്. यहाँ पर തുടർന്ന് പറയുന്നു, കറംദീനുമായി മിർദ സാഹിബിന്റെ കേസ് നടന്നപ്പോൾ गांव में कस्बे में അദ്ദേഹം വസിച്ചിരുന്ന ഗ്രാമത്തിൽ അഹമ്മദികൾ ആരും ഉണ്ടായിരുന്നില്ല. कि मिर्जा साहब इस मुकदमे में कैद हो जाएंगे उस वक्त മിർദ സാഹിബിന് ഈ കേസിൽ ജയിൽവാസം ഉണ്ടാകുമെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അന്നേരം ദുഃഖഭാരത്താൽ साहब ने फरमाया മിയ ഹബീബുർ റഹ്മാൻ ഹാജിപൂർ വാലയുടെ അടുത്തെത്തി. दरूद शरीफ पढ़कर दुआ करो ഹബീബുർ റഹ്മാൻ സാഹിബ് പറഞ്ഞു, और ഭയപ്പെടേണ്ട,
സലാത്ത് ചൊല്ലി ദുആ ചെയ്യുക. चंद रोज में ഞാൻ ധാരാളമായി സ്വലാത്തും അൽഹംദും ഉരുവിടാൻ തുടങ്ങി. ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സ്വപ്നത്തിൽ ഒരു വ്യക്തി और मेरे पास 7 റുമാലിൽ പൊതിഞ്ഞ ഒരു ആൺകുട്ടിയുടെ ജഡവുമായി വന്നു. उसने कहा देख मैंने എന്നിട്ട് എന്റെ അടുത്ത് വെച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, ഇതെന്താണ്? അയാൾ പറഞ്ഞു, നോക്കുക. ഞാൻ അതിന്റെ റുമാൽ അഴിക്കാൻ തുടങ്ങി. 6ാമത്തെ റുമാൽ, അതായത് തുണി, ആ ജഡത്തിൽ നിന്നും അഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് കുരങ്ങിന്റെ രൂപമാണ്. दावा किया हुआ है അതായത് ഹദരത്ത് वहां മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിൽ കേസ് നടത്തിയ ആളുടെ രൂപം. उस मुर्दा लाश को नीचे गिरा दिया ഞാനവിടെ ഇരിക്കുകയായിരുന്നു. സ്വപ്നത്തിൽ അതിനെ താഴേക്കിട്ടു. ആ ജഡത്ത് താഴേക്ക് വീഴ്ത്തി. हुजूर ने फरमाया പറയുന്നു, പിന്നീട് ഞാൻ ഈ സ്വപ്നം മിർസ സാഹിബിന് എഴുതി അയച്ചു. ഹുസൂർ പറഞ്ഞു, पर्दाफाश भी हुआ അപ്രകാരം അതിന്റെ മറ നീങ്ങുന്നതാണ്. कड़क അങ്ങനെ अंजाम ആ മറ നീങ്ങുകയുമുണ്ടായി. करते हुए फरमाते हैं ഡോക്ടർ അബ്ദുൽ ഗനി സാഹിബ് കടക് अब किताबों का मुतालिया शुरू कर दिया 5ാമേ ആഥം വായിച്ചതിനു ശേഷമുള്ള അവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, इससे कबल आदत ഞാനിപ്പോൾ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി, इस्लाम में നമസ്കരിക്കാനും തുടങ്ങി. देखी എനിക്കിതിനു മുമ്പ് ഇതിന്റെ ശീലമില്ലായിരുന്നു. इसी जगह पर हूँ ആ ഇടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. और मीनार के साथ एक दरवाजा है എന്റെ മുന്നിലായി पुराने फैशन മിനാരമുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. तख्तों का മിനാരത്തോട് ചേർന്ന് ഒരു വാതിലുണ്ട്. അത് പഴയ കാലഘട്ടത്തിലെ ഫാഷനിലുള്ള പലക കൊണ്ടുള്ള വാതിലാണ്. इस दरवाजे को कार्ड होगा मेरे ख्याल इस दरवाजे को मैं खोल कर अंदर जाना चाहता हूँ मगर वो खुलता नहीं मैंने जोर से जो उसे धक्का दिया ആ വാതിൽ തുറന്ന് ഞാൻ അകത്തു കടക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് തുറയുന്നില്ല. ഞാൻ ശക്തിയായി തള്ളി നോക്കി. അപ്പോൾ വാതിൽ തുറന്നതിനോടൊപ്പം ഞാനും അകത്തെത്തി എന്നെനിക്ക് തോന്നി. बड़े बड़े पार्क हैं എന്നാൽ വീണില്ല. पर रवशें हैं അവിടെ पौधे लगे हुए हैं പാർക്കുകൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് വലിയ വലിയ പാർക്കുകൾ. അവിടെ പൂക്കളുണ്ട്, വലിയ വലിയ ചെടികളുണ്ട്. അതിലൂടെയെല്ലാം കടന്ന് വണ്ടി ലാഹോറിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നതായി എനിക്ക് തോന്നി. इस असना में एक शख्स जो सांवले रंग का है എന്നാൽ എന്റെ कയ്യിൽ ടിക്കറ്റില്ല. ड्राइवर मालूम होता है സ്വപ്നം വിവരിക്കുകയാണ്. അന്നേരം नहीं अगर എനിക്ക് ഡ്രൈവറായി തോന്നിച്ച तू ट्रेन की सलाखों में ഇരുനിറമുള്ള ഒരു വ്യക്തി എന്നോട് പറയുന്നു, ടിക്കറ്റില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, जाना चुनाचे मैंने നിങ്ങൾ ട്രെയിനിന്റെ കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കൊള്ളുക, मुझे वैसा मालूम എന്നാൽ ഉറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ആ കമ്പികളിൽ പിടിച്ചു. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നതായി തോന്നി. हूँ ताकि सो न जाऊं അന്നേരം ഞാൻ കമ്പിയിലും പിടിച്ചിരുന്നു. അതോടൊപ്പം ഉറങ്ങാതിരിക്കാനായി മുഷ്ടികൊണ്ട് കണ്ണ് തിരുമുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പറയുന്നു, അന്നേരം ഞാൻ ഉണർന്നു. मोहम्मद अमीन साहब से बयान की उन्होंने कहा कि अब आप സ്വപ്നത്തിലായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഈ സ്വപ്നം മുഹമ്മദ് അമീർ സാഹിബിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ സത്യം വെളിപ്പെട്ടിരിക്കുന്നു, भरोसा नहीं कि एक ബയ്യത്ത് ചെയ്യുക. അദ്ദേഹം അഹമ്മദിയായിരുന്നു. ഞാൻ പറഞ്ഞു, കാദ്യാനിൽ പോയി ബയ്യത്ത് ചെയ്തോളാം. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിന്റെ യാതൊരു ഉറപ്പുമില്ല. അദ്ദേഹം സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ എഴുതുക. അങ്ങനെ ഞാൻ ബയ്യത്തുള്ള കത്തെഴുതി. മുഹമ്മദ് അമീൻ സാഹിബ് അത് പോസ്റ്റ് ചെയ്യാനായി പോയി. ഇത് 1907 സംഭവമാണ്. അതിന്റെ 2-3 ദിവസത്തിന് ശേഷം എനിക്ക് മറുപടി ലഭിച്ചു. ബയ്യത്ത് ഹദ്റത്ത് അഖ്ദസ് അംഗീകരിച്ചിരിക്കുന്നു, അള്ളാഹു സ്ഥൈര്യം നൽകട്ടെ എന്നും എഴുതിയിരുന്നു. और दुरूशी भी पढ़ा करो അതോടൊപ്പം നമസ്കാരം കൃത്യനിഷ്ഠതയോടെ അനുഷ്ഠിക്കുക എന്നും സലാത്ത് ചെല്ലുക എന്നും എഴുതിയിരുന്നു. अपने वालिद हजरत मौलवी जलालुद्दीन साहब मरहूम रज़ियल्लाहु अन्हु के बारे में മിയാ ഷറാഫത്ത് അഹമ്മദ് സാഹിബ് പിതാവ് ഹദരത്ത് മൗലവി ജലാലുദ്ദീൻ സാഹിബ് മർഹൂം റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് എഴുതുന്നു, ബയ്യത്തിന് മുമ്പും उनका था പിതാവിന് जारी था और कबूल अहमदियत के बाद വെളിപാടുകൾ ഉണ്ടാകുമായിരുന്നു. ये अहमदियत की बदौलत आपको रोयत बारी അഹമ്മദത്തെ സ്വീകരിച്ചതിനു ശേഷം ഇത് വളരെയധികം വർദ്ധിച്ചു. അഹമ്മദത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ദർശനവും കരസ്ഥമായി. ഹദരത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനവും പലവട്ടമുണ്ടായി. ഹദരത്ത് ഉമർ റളിയല്ലാഹുവിന്റെയും മറ്റ് സാത്വികരുടെയും ദർശനം സമയാസമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. मस्जिद मोहल्ला दारुल रहमत में किसी बात में चंद दोस्तों को रोया തന്റെ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം എഴുതുന്നു, एक दोस्त ഒരിക്കൽ ദാറുർ റഹ്മത്ത് മുഹല്ലയിലെ പള്ളിയിൽ ഏതോ കാര്യത്തിൽ കുറച്ച് സുഹൃത്തുക്കൾക്ക് സ്വപ്നം കേൾപ്പിച്ചു. അതിലൊരു വ്യക്തി ജനാബ് മാസ്റ്റർ അല്ലാദത്ത് സാഹിബ് മർഹൂം ഗുജറാത്തി ഉണ്ടായിരുന്നു. പറയുന്നു, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിത്യവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശനം ലഭിക്കുമായിരുന്നു. പ്രഭാതത്തിൽ ആ ദർശനം ഹുസൂറിന് കേൾപ്പിക്കുമായിരുന്നു.
അതായത് നിത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ആ ദർശനം സ്വപ്നം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഹുസൂർ അതിൽ സ്വന്തം പേന കൊണ്ട് അത് ശരിയാണ് എന്ന് എഴുതുമായിരുന്നു. പിതാവ് പറയുന്നു, എന്റെ ഹൃദയത്തിൽ പിശാച് ആശയക്കുഴപ്പമുണ്ടാക്കി. ഇത് തെറ്റാണ്. എങ്ങനെയാണ് നിത്യവും ദർശനമുണ്ടാവുക? പറയുന്നു, ഈ ആശയക്കുഴപ്പം ശക്തി പ്രാപിക്കാറായപ്പോൾ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ എന്നെ തുണച്ചു, എന്നെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെയാണ് രക്ഷിച്ചത്? പറയുന്നു, ഞാൻ സ്വയം എന്നെ ഹദരത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കാണുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും അവിടെയുണ്ട്. സദസ്യരിൽ നിന്നുള്ള ആരോ ചോദിച്ചു, ഹുസൂർ മക്കയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് മൻ ദഖലഹു കാന ആമിനൻ, ആരാണോ അതിൽ പ്രവേശിക്കുന്നത് സമാധാനത്തിലായി എന്നാണല്ലോ. അപ്പോൾ മക്ക നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി സമാധാന ഗേഹമായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിൽ പോയി അഭയം തേടേണ്ടി വന്നു. ഇതിന് മറുപടിയായി ഹദരത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വപ്നമാണ് വിവരിക്കുന്നത്. പറഞ്ഞു, മക്കയെ ആർക്കും ജയിച്ചടക്കാൻ കഴിയില്ല എന്നും വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ജയിച്ചടക്കുകയും ചെയ്തു. കാരണം എന്നെ അതിൽ നിന്ന് പുറത്താക്കിയെന്ന കാരണത്താൽ എനിക്കായി അതിനെ ജയിച്ചടക്കാനുള്ള കാരണമായി. പിന്നെയും സ്വപ്നത്തിന്റെ അല്പം ഭാഗങ്ങൾ വിശദീകരിച്ചു. എന്നാൽ പറയുന്നു, എനിക്ക് ചില കാരണത്താൽ മുഴുവനും ഓർത്തുവെക്കാൻ സാധിച്ചില്ല, മറന്നുപോയി. പിന്നീട് പറയുന്നു, അതിനുശേഷം പിതാവ് പറഞ്ഞു, ആ സ്വപ്നത്തിന് ശേഷം ഞാൻ ഉണർന്നു. തഹജ്ജുദിന്റെ സമയമായിരുന്നു. തഹജ്ജുദ് നമസ്കരിച്ചു, പള്ളിയിലേക്ക് പോയി. രാവിലെ അതേ സുഹൃത്ത് വീണ്ടും വന്നു. അദ്ദേഹം കോപ്പിയിൽ എഴുതിയിരുന്ന രാത്രിയിലെ സംഭവങ്ങൾ ഹുസൂറിന് മുന്നിൽ വെച്ചു. ഹുസൂർ വീണ്ടും അതിനെ സ്വന്തം പേന കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. ഞാനത് വായിച്ചു. അത് ഞാൻ പറഞ്ഞ അതേ സ്വപ്നമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ അതേ ചോദ്യോത്തരങ്ങൾ തന്നെയായിരുന്നു അതിലുമുണ്ടായിരുന്നത്. ഇദ്ദേഹം കണ്ട സ്വപ്നം തന്നെയായിരുന്നു അദ്ദേഹവും കണ്ടത്. പറയുന്നു, അങ്ങനെ അള്ളാഹു ആ സമയത്ത് എന്നെ സഹായിച്ചു, എന്നെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. പറയപ്പെടുന്ന ഈ സ്വപ്നങ്ങളെല്ലാം തന്നെ സത്യസ്വപ്നങ്ങളാണ്. അതുപോലെ മൗലവി ഫദ്ലെ ഇലാഹി സാഹിബ് പറയുന്നു, 1892 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. വിനീതന് അമൃത്സറിൽ ജനാബ് ഖാദി സയ്യിദ് അമീർ ഹുസൈൻ സാഹിബിന്റെ അടുക്കൽ വന്നപ്പോഴാണ് അഹമ്മദിയത്തിനെ കുറിച്ച് അറിവ് ലഭിച്ചത്. വിനീതൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനായി റമദാൻ മാസത്തിലെ അവസാന 10 ഇത്തികാഫിന്റെ ദിനങ്ങളിൽ വളരെയധികം ദുആയും ഇസ്തിഖാറയും ചെയ്തു. ദുആയിൽ ഇങ്ങനെ അപേക്ഷിച്ചു, എന്റെ നാഥ, ഞാൻ ഇപ്പോഴുള്ള അവസ്ഥയാണോ സത്യം, അതോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദമാണോ സത്യം എന്ന് എനിക്ക് അറിയിച്ചു തരിക. അപ്പോൾ എനിക്ക് കാണിച്ചു തരികയുണ്ടായി, ഞാൻ നമസ്കരിക്കുകയാണ്, എന്നാൽ മുഖം കിബിലയ്ക്ക് നേരെയല്ല. ഗ്രഹണത്താൽ സൂര്യപ്രകാശം വളരെ കുറവുമാണ്. ഇത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് എന്ന് മനസ്സിലായി. അടുത്ത ദിവസം ഇശ നമസ്കാരത്തിന് ശേഷം വീണ്ടും വീണ്ടും കരഞ്ഞു ദുആ ചെയ്തു. അപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ ദർശിച്ചു. പറഞ്ഞു, യഥാർത്ഥ ദുആയുടെ സമയം അർദ്ധരാത്രിക്ക് ശേഷമാണ്. എപ്രകാരം കുട്ടി കരയുമ്പോൾ മാതാവിന്റെ സ്തനങ്ങളിൽ പാൽ വരുന്നുവോ, അപ്രകാരം കഴിഞ്ഞ രാത്രിയിലുള്ള അള്ളാഹുവിന്റെ പക്കൽ വിലപിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം അടുത്തു വരുന്നതാണ്. അതിനുശേഷം വിനീതൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദാസത്വം സ്വീകരിച്ചു. പറയുന്നു, അതിനുശേഷം ഹുസൂറിന്റെ പരിശുദ്ധ സഹവാസത്തിലുണ്ടായ ഗുണം. ഒരിക്കൽ വിനീതൻ തഹജ്ജുദ് നമസ്കാരത്തിലെ സുജൂദിൽ ദുആ ചെയ്യുകയായിരുന്നു. അപ്പോൾ മയക്കം വന്നു. അതിൽ ദർശനം ലഭിച്ചു. ഒരു പരിശുദ്ധ രൂപമുള്ള മലക്ക് എന്റെ അടുക്കൽ വന്നു. അതിന്റെ കയ്യിൽ മനോഹരമായ ഒരു വെളുത്ത വെള്ളത്തിന്റെ കൂജയുണ്ടായിരുന്നു. ഒരു കയ്യിൽ മനോഹരമായ കത്തിയുമുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിന്റെ ആന്തരിക ശുദ്ധീകരണത്തിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ലത്, ഉദ്ദേശിക്കുന്ന രീതിയിൽ താങ്കൾ ശുദ്ധിയാക്കിക്കൊള്ളുക. അങ്ങനെ അദ്ദേഹം ആദ്യം കത്തുകൊണ്ട് എന്റെ നെഞ്ചി പിളർന്നു. ആ കൂജയിലെ ശുദ്ധമായ വെള്ളം കൊണ്ട് നല്ലപോലെ വൃത്തിയാക്കി. എന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല, ഒരു ഭയവും ഉണ്ടായില്ല. അദ്ദേഹം പോയപ്പോൾ സുബഹി നമസ്കാരം അനുഷ്ഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. മുഴുവൻ ശരീരവും കീറിമുറിച്ചിരിക്കുകയാണ്. നമസ്കാരം എങ്ങനെ അനുഷ്ഠിക്കും? അതിനാൽ കൈകാലുകൾ ചലിപ്പിച്ചു നോക്കാൻ തുടങ്ങി.
അപ്പോൾ യാതൊരു പ്രയാസവും അനുഭവപ്പെട്ടില്ല. അന്നേരം ഉണരുകയുമുണ്ടായി. അതിനുശേഷം സുബഹി നമസ്കാരം അനുഷ്ഠിച്ചു. कि मैंने खुदा ഹദരത്ത് മിയാൻ ജാൻ മുഹമ്മദ് സാഹിബ് നിവേദനം ചെയ്യുന്നു, इस्लाम की मुखालफत नहीं की। അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ ചെറുപ്പം മുതലേ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്തിട്ടില്ല. കാര്യങ്ങളെല്ലാം अपने वालिद साहब मरहूम കേട്ടിരുന്നു. എങ്കിൽ പോലും मुल्तान 15-16 വയസ്സുള്ള സമയത്ത് ഞാൻ എന്റെ മർഹൂം പിതാവിന്റെ കൂടെ एक सेठ മുൾത്താൻ ക്യാൻഡിൽ വന്നു. मुंशी मुकर्रर थे और मैं उस वक्त കാരണം എന്റെ പിതാവ് ഒരു സേഠിന്റെ അടുത്ത് मालसरी മുൻഷിയായി നിയമിതനായിരുന്നു. मैं कोई मालसरी छौनी होगी बैरिक्स का ഞാനന്ന് ബാരക്സ് മർസറിയിൽ 4 അണ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുകയായിരുന്നു. इत्तफाकन മാർസറി ക്യാൻറ്റീനെ കുറിച്ചാണ്, അതിന്റെ ബാക്സിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. रोजे കൂലിക്ക് ജോലി ചെയ്യുകയായിരുന്നു. യാദൃശ്ചികമായി മുൾത്താനിൽ ഈദ് റമദാൻ വന്നു. और सैर वगैरह പരിശുദ്ധ റമദാനിലെ नींद आ गई നോമ്പെടുത്തു. और मैं चारपाई ഈദുൽ ഫിത്ർ നമസ്കരിച്ച് के गर्मी കുറച്ച് നടന്നതിന് ശേഷം का सोया हुआ सुबह तक അസറിന് ശേഷം എനിക്ക് ഉറക്കം വന്നു. ഞാൻ കട്ടിലിൽ കിടന്നുറങ്ങി. ചൂടുകാലമായിരുന്നതിനാൽ അസറിന് ശേഷം മുതൽ രാവിലെ വരെ ഉറങ്ങിപ്പോയി. में സഹരിയുടെ സമയത്ത് ഞാൻ സ്വപ്നം കണ്ടു. അതിപ്രകാരമാണ്: പെരുന്നാൾ ദിവസം ഞാൻ എന്റെ ഗ്രാമമായ ഹേലയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് പിതാവിനോടൊപ്പം ഈദ്ഗാഹിൽ നമസ്കാരത്തിനായി പോകുന്നു. എന്നാൽ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഈദ്ഗാ ഗ്രാമത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. സ്വപ്നത്തിൽ എനിക്ക് കാണിച്ചു തന്ന ഈദ്ഗാ കിഴക്ക് ഭാഗത്താണ്. की तरफ रवाना हुए और नमाज पढ़कर जब वापस घर आ रहे थे तो रात പറയുന്നു, അങ്ങനെ ഞങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് നടന്നു. നമസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ വഴിയിൽ ഒരു മൺകൂന കണ്ടു. जहाँ അതിൽ മനോഹരമായ ഒരു സമചതുര കല്ലുണ്ടായിരുന്നു. ഞാൻ അതിലിരുന്നു. അതിനെ ഒരു ഭാഗത്തേക്ക് തള്ളി നീക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഭാരം കാരണത്താൽ ആദ്യ തവണ എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. പിന്നീട് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ഞാൻ ശക്തി പ്രയോഗിച്ചപ്പോൾ ആ കല്ല് ഒരു ഭാഗത്തേക്ക് നീങ്ങി. അതിന് കീഴിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. അത് അടച്ചിരിക്കുകയായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് ഒരു വരാന്ത കണ്ടു. അങ്ങനെ ഞാൻ അതിൽ പ്രവേശിച്ചു. खूबसूरत हैं। मैंने भी अपने जूती वहां उतार അതിൽ 3-4 ഉത്തമവും മനോഹരമായ ചെരുപ്പുകൾ കണ്ടു. के साथ मिल गई ഞാനും अंदर दाखिल हुआ എന്റെ ചെരുപ്പ് അവിടെ അഴിച്ചുവെച്ചു. എന്റെ പുതിയ ചെരുപ്പ് അതോടൊപ്പം ചേർന്നു. പിന്നീട് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നതായി കണ്ടു. के पास गया വളരെ സുന്ദരരായ 2 ആൺകുട്ടികൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഞാൻ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ ആ സാത്വികർ എന്റെ പേര് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ വളരെ നേരമായി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. अब फुर्सत मिली ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറായിരുന്നു. എന്നാൽ ജോലി കാരണം ഒഴിവ് ലഭിച്ചില്ല. ഇപ്പോൾ ഒഴിവ് ലഭിച്ചപ്പോൾ സന്നിഹിതനായിരിക്കുകയാണ്. कुर्सी पर बैठ പിന്നീട് ഞാൻ അടുത്തുള്ള മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു വ്യക്തി പച്ച വസ്ത്രമണിഞ്ഞ് കസേരയിൽ ഇരിക്കുന്നതായി കണ്ടു. और उनका लिबास മുന്നിൽ ഒരു മേശയിൽ വിശുദ്ധ ഖുർആൻ വെച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. नाम बुलाकर कहा कि हम അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ നിറം പച്ചയാണ്. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ നിന്നു. അപ്പോൾ അദ്ദേഹം എന്റെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, നാം നിങ്ങളെ വളരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ വ്യക്തി സ്നേഹത്തോടെ എന്നെ ശരീരത്തോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ 7 ജുസ് ഓളം പഠിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ സ്വയം വായിക്കുകയാണ്. പിന്നീട് അദ്ദേഹം വിശുദ്ധ ഖുർആൻ തുറന്ന് എന്നോട് പറഞ്ഞു, കേൾപ്പിക്കുക. വിശുദ്ധ ഖുർആൻ തുറന്നപ്പോൾ എന്റെ മുന്നിൽ വന്ന ആദ്യ ആയത്ത് തിൽക്കർ റുസുലു എന്നായിരുന്നു. यानी ये वो रसूल हैं ആ വ്യക്തിയുടെ നാവിലും തിൽക്കർ റുസുലു തന്നെയായിരുന്നു. अब मैं അതായത് ഇതാണ് ആ റസൂൽ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇനി ഞാൻ പോകുന്നു. और मैं हैरान हो गया അങ്ങനെ അയാൾ कौन बुजुर्ग थे എന്റെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷനായി. ഈ വ്യക്തി ആരാണെന്നതിൽ ഞാൻ ആശ്ചര്യവാനായിരുന്നു. അപ്പോൾ അദൃശ്യതയിൽ നിന്നും ആരോ ഇത് ഹിദർ അലൈഹിസ്ലാം ആണെന്ന് പറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. കുട്ടികൾ ഹദ്റത്ത് ഇമാം ഹസൻ റളിയല്ലാഹു തആലയും ഇമാം ഹുസൈൻ റളിയല്ലാഹു തആലയും ആകുന്നു. जिसके आगे പിന്നീട് ഞാൻ ഉണർന്നു. അടുത്ത 2-3 ദിവസം ഈ സ്വപ്നം എന്നെ അസ്വസ്ഥനാക്കി. के बाद यानी 7 ഇതിനെ സംബന്ധിച്ച് ആരോട് ചോദിച്ചാലും മറുപടിയില്ലായിരുന്നു. के हाथ पर बैत की അതിന് वो मेरी ख्वाब पूरी हुई 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തപ്പോൾ എന്റെ ആ സ്വപ്നം പൂർത്തിയായി. സ്വപ്നത്തിൽ ഹിദർ അലൈഹിസ്ലാമിന്റെ രൂപത്തിൽ ഞാൻ കണ്ട വ്യക്തി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. അൽഹംദുലില്ലാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. फरमाते हैं ഹുദൂർ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ നബി തന്നെയായിരുന്നു. मेरे दिल में ये बात पैदा हुई ഹദ്റത്ത് മിസ്ത്രി ദീൻ മുഹമ്മദ് സാഹിബ് പറയുന്നു, बैत कर ली उनके नाम रजिस्टर पर दर्ज हैं
വൈകുന്നേര സമയത്ത് എന്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി. ആദ്യം ബയ്യത്ത് ചെയ്തവരുടെ പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ എന്റെ പേരില്ല. രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്നു, കയ്യിൽ പേനയുണ്ട്, വലത് തുടയിൽ രജിസ്റ്ററാണ്. താങ്കളുടെ പേരെന്താണ്, എന്താണ് ജോലി എന്ന് ഹുസൂർ അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിസ്ത്രി ദീൻ മുഹമ്മദ്, കൊല്ലനാണ്. പറയുന്നു ളുഹറിന്റെ സമയത്ത് ഞാൻ ഈ സ്വപ്നം ഹുസൂറിനെ കേൾപ്പിച്ചു. ഹുസൂർ പറഞ്ഞു നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. പറയുന്നു അന്നേരം മൗലവി അബ്ദുൽ കരീം സാഹിബും ഹദ്റത്ത് ഖലീഫ അവലും മൗലവി മുഹമ്മദ് അലിയും അവിടെ ഉണ്ടായിരുന്നു. മൗലവി മുഹമ്മദ് അലി പറഞ്ഞു എന്റെ പേരും എവിടെയും എഴുതിയിട്ടില്ല. അതിന് ഹുസൂർ ഒരു മറുപടിയും പറഞ്ഞില്ല. ഹദ്റത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു 1904 എനിക്ക് സ്വപ്നത്തിൽ ഒരു വയൽ കാണിച്ചു തന്നു. അതിന്റെ ചുറ്റും ഒരു ചാണകലത്തിൽ വലിയ മരങ്ങളുടെ വേലിയുണ്ടായിരുന്നു. വയലിനകത്തേക്ക് കടക്കാൻ ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വയലിൽ വളരെ മനോഹരമായ തഴച്ചു വളർന്ന പച്ചളിപ്പുള്ള ഗോതമ്പ് പാടമുണ്ടായിരുന്നു. വയലിന് പുറത്തുനിന്ന് ഒരു കാള മരങ്ങൾക്കിടയിലുള്ള ഭാഗത്തൂടെ അത് തിന്നുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും അത് പരാജയപ്പെട്ടു. അകത്തേക്കുള്ള കവാടത്തിൽ അത് പ്രവേശിക്കുന്നുണ്ടായിരുന്നില്ല. പറയുന്നു സ്വപ്നത്തിൽ ഈ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നോക്കുക എപ്രകാരം ഈ കാള വാതിൽ അന്വേഷിക്കാതെ തന്റെ ഉദ്ദേശത്തിൽ വിജയിക്കില്ലയോ, അതേ പ്രകാരം അള്ളാഹുവിനെ പ്രാപിക്കുവാനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കവാടത്തിന്റെ സ്ഥാനത്താണ്. ഏതുവരെ ഒരു മനുഷ്യൻ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നില്ലയോ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കില്ല. കാരണം ഈ കാലഘട്ടത്തിലെ ഇമാമായി അള്ളാഹു അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ നിയമിച്ചിരിക്കുന്നത്. ഹദ്റത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ അതിഥി മന്ദിരത്തിലെ സേവകനായ ഷേഖ് ഹാമിദ് അലി സാഹിബിനെ കണ്ടു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പഴയ സേവകനാണ്. അദ്ദേഹം അറേബ്യയിലെ ഉണങ്ങിയ കാരക്ക അതിഥികൾക്കായി വിതരണം ചെയ്യാനായി ഒരു പാത്രത്തിൽ വെച്ച് നിൽക്കുകയാണ്. അത് ഒരു വെളുത്ത തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാരക്ക വലുതും മനോഹരമായ നിറത്തിലും പുതിയതും മാധുര്യമേറിയതുമായി. ഇത് അറേബ്യയിലെ ഉണങ്ങിയ കാരക്കയാണ്, അതിനെ പുതിയതാക്കി നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറയുന്നുമുണ്ട്. അതായത് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന പുനരുദ്ധാരണം നടത്തി. ഹദ്റത്ത് അമീർ ഖാൻ സാഹിബ് പറയുന്നു 1911 ജനുവരി 19 ഞാൻ സ്വപ്നത്തിൽ ഒരു സിഖ് യുവാവിനെ കണ്ടു. അവനെ പേൻ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അതിനെ ജനങ്ങൾ മന്ത്രങ്ങൾ മുഖേന എടുത്തു മാറ്റുന്നുണ്ടായിരുന്നു. അതിനെ മാറ്റുന്നതിനായി മന്ത്രതന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആളിക്കത്തുന്ന തീ അടുപ്പിച്ച് അതിനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഭയന്ന് പോകട്ടെ എന്ന് കരുതി, എന്നാൽ അത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വപ്നത്തിൽ തന്നെ എനിക്കതിന്റെ ചികിത്സയും മനസ്സിലാക്കി തന്നു. ഒരു വെളുത്ത കടലാസ് എടുത്ത് അതിൽ ജിന്നിന്റെ രൂപമുണ്ടാക്കുക, എന്നിട്ട് കുൽ ഔദു ബി റബ്ബിന്നാസ് ഓതി അത് മുഖേന ജിന്നിന്റെ രൂപത്തിൽ വരകൾ വരച്ച് പേന കൊണ്ട് വരച്ച് ജിന്നിന്റെ രൂപത്തെ മുറിക്കുക. അങ്ങനെ വീണ്ടും വീണ്ടും കുൽ ഔദു ബി റബ്ബിന്നാസ് ഉരുവിട്ടുകൊണ്ട് രൂപമുണ്ടാക്കുമ്പോൾ ജിന്ന് തകർന്നു പോകും. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ ആ രീതി അവലംബിച്ചു. അങ്ങനെ ജിന്ന് തുണ്ടം തുണ്ടമായി. യുവാവ് ആരോഗ്യവാനാവുകയും ചെയ്തു. അവന്റെ പേര് അത്താഉള്ള എന്ന് വെക്കുകയും ചെയ്തു. ഞാൻ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഹദ്റത്ത് അഖ്ദസിന്റെ ഈ പദ്യശകലം ഉരുവിടുന്നുണ്ടായിരുന്നു. കലാമെ പാക്ക് യസ്ദാ കാ നഹി സായി സാനി കോയി ഹർഗിസ് അഗർ ലൂലെ അമ്മാ ഹെ വഗർ ലാലെ ബദ്ഖ്ഷാ ഹെ. ചില റിവായത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹു ഈ സാത്വികരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. വിശ്വാസ ദൃഢത അവരുടെ തലമുറകളിലും നിലനിർത്തട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ ബഹുമാന്യ അബ്ദുൾ മജീദ് ഡോഗർ സാഹിബിന്റേതാണ്. അദ്ദേഹം ഒരു നീണ്ടകാലം റബോയിൽ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നു. വ്യവസായ സംബന്ധമായി പുറത്തു പോയിട്ടുണ്ടായിരിക്കാം. ഏതായാലും കുറച്ചുകാലമായി അദ്ദേഹം സ്വീഡനിലായിരുന്നു. ഡിസംബർ 23
82 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാന്യ അബ്ദുൽ മജീദ് ഡോഗർ സാഹിബ് ഹദർത്ത് മാസ്റ്റർ ചിറാഗ് മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു ഓഫ് ഖാറയുടെ പുത്രനായിരുന്നു. इनके वालिद भी इनके दादा भी सहाबी थे। ഹദർത്ത് അമീർ ബക്ഷ് സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ പൗത്രനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും പിതാമഹനും സഹാബിയായിരുന്നു. जहाँ तक मुझे याद पड़ता है मेरे वालिद साहब ने मुझे बताया था कि അദ്ദേഹത്തിന്റെ പിതാവ് മാസ്റ്റർ ചിറാഗ് മുഹമ്മദ് സാഹിബ്, लगता है कोई എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, इख्तिलाफ है और अब उसकी तस्दीक खुद അദ്ദേഹത്തിന്റെ മക്കളിൽ അതിൽ ഭിന്നതയുണ്ട്. के ഏതായാലും എന്റെ ഓർമ്മയിൽ മാസ്റ്റർ ചിറാഗ് മുഹമ്മദ് സാഹിബ് ഹദത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. और तकरीबन ഇത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1.5 साल का फर्क था। എന്റെ പിതാവും उन्होंने मुझे बताया था कि वो ഹദർത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസും തമ്മിൽ 1.5 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. इसी तरह खलीफत मसीह അദ്ദേഹവും ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിരുന്നു എന്നാണ് कहते हैं पढ़ाया। പറയപ്പെടുന്നത്. ये ചിലർ പറയുന്നത് कादियान के करीब ഹദർത്ത് ഖലീഫത്തുൽ മസീഹ് റാബിനെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും കാദ്യാനടുത്തുള്ള കാര എന്ന സ്ഥലവാസിയാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് അബ്ദുൽ മജീദ് ഡോഗർ സാഹിബ്. खिलाफत से बड़ा ताल्लुक ഡോഗർ സാഹിബ് का ताल्लुक था। ധാരാളം സവിശേഷ ഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. का जिक्र होता ഖിലാഫത്തുമായി ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധമായിരുന്നു. हो जाया करते थे। ഖിലാഫത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോഴെല്ലാം തന്നെ जिंदगी के साथ പറയുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയുമായിരുന്നു. बल्कि मैंने भी देखा है മുറബിമാരോടും വാക്ഫിന്റെ സിന്ദഗികളോടും വളരെ ആദരവും ബഹുമാനത്തോടും കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. ഖിലാഫത്തിനോടുള്ള അനുരക്തിയിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് സ്നേഹം നിഴലിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. नमाजों के पाबंद വളരെ ലളിതവും വിനയാന്വിതനുമായിരുന്നു. സാമ്പത്തിക ത്യാഗത്തിൽ മുന്നേറുന്ന വ്യക്തിയായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയും ധാരാളം ദുആ ചെയ്യുന്ന പ്രകൃതക്കാരനുമായിരുന്നു. का कोई मौका हासिल जाने देते थे और यही സൽഗുണ സമ്പന്നനായിരുന്നു. തബ്ലീഗിന്റെ വളരെ ആവേശമായിരുന്നു. തബ്ലീഗിനുള്ള ഒരു അവസരവും കൈവിട്ടിരുന്നില്ല. തഖ്വയിൽ ചരിക്കുന്നവരുടെ ഒരു ലക്ഷണമാണിത്. रबी साहब ने भी लिखा തബ്ലീഗിനെ സംബന്ധിച്ച് പറയുന്നു, और अमेरिका के सदर ओबामा और पोप को भी उन्होंने खतूत लिखे थे और हज़रत मसीह अलैहि സ്വീഡനിലെ രാജാവിനും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്കും പോപ്പിനും അദ്ദേഹം കത്തെഴുതിയിരുന്നു. ഹദർത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥമായ ഇസ്ലാമിക തത്വജ്ഞാനവും അയച്ചുകൊടുത്തിരുന്നു. രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോഴും എല്ലാ ഡോക്ടർമാർക്കും ഇസ്ലാമിക തത്വജ്ഞാനം നൽകിയിരുന്നു. ആർക്കെങ്കിലും സാഹിത്യങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും വായിക്കുന്നതാണ് എന്ന വാഗ്ദാനം വാങ്ങിയിരുന്നു. फिर जब स्वीडन गया हूँ तो उस वक्त तक इन्होंने 2005 ഞാൻ വസിയത്തിനായി ആഹ്വാനം നടത്തുകയും പിന്നീട് साहिब हैसियत സ്വീഡനിൽ പോവുകയും ചെയ്തപ്പോൾ माशाल्लाह इनके भाई അന്നേരം വരെ അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നില്ല. ഡോഗർ കുടുംബം മുഴുവനും കഴിവുള്ളവരാണ്, എല്ലാവരും വസിയത്ത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു. बहरहाल मुझे तो याद नहीं लेकिन बहरहाल इनके भाइयों बेटों ने याद कराया कि आपने ये कहा था कि ഏതായാലും मैं नहीं छोड़ूंगा इन सबको वसीयत करवानी എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളും എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അന്നേരം ഞാൻ പറഞ്ഞത് ഡോഗർമാരെ ഞാൻ വിടില്ല, എല്ലാവരെയും വസിയത്ത് ചെയ്യിപ്പിക്കുമെന്നാണ് പറഞ്ഞതെന്നായിരുന്നു. जो हमसे वसीयत ഏതായാലും അപ്പോൾ അവർ മുഴുവനും കുടുംബത്തെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാവരും വസിയത്ത് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞങ്ങളോടും ഞങ്ങളുടെ സന്താനങ്ങളോടും വസിയത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് വലിയ ഔദാര്യമാണ് കാണിച്ചതെന്ന് പറയുമായിരുന്നു. लगे स्वीडन के वो कहते हैं कि बेशुमार खूबियों के मालिक थे इनके किरदार और गुफ्तार ആകയായി സാഹിബ് സ്വീഡനിലെ മുബല്ലി സാഹിബാണ് പറയുന്നു, അനേകം നന്മയുടെ ഉടമസ്ഥനായിരുന്നു. സംസാരത്തിലും പ്രവർത്തനത്തിലും ഒരു സഹാബിയുടെ സന്താനമാണെന്ന് തോന്നലുണ്ടാകുമായിരുന്നു. कि मैंने തബ്ലീഗിന് അമിതമായ ആവേശമായിരുന്നു. അദ്ദേഹവുമായി നല്ല ബന്ധമായിരുന്നു. ताकि तकसीम करते വിതരണം ചെയ്യുവാനായി പ്രോത്സാഹിച്ചപ്പോൾ और वक्त ബ്രോഷർ എപ്പോഴും കൂടെ കരുതുമായിരുന്നു, എപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി. बैठ के किताबें पढ़ते थे कई दफा സമയം ഒരിക്കലും പാഴാക്കുമായിരുന്നില്ല. ലൈബ്രറിയിൽ വന്നിരുന്ന് तो ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു. टायर्ड आदमी हूँ മുറബി സാഹിബ് പറയുന്നു, പലപ്പോഴും ചായ കുടിക്കാനായി പറയുമ്പോൾ പറയും, ഞാൻ റിട്ടയറാണ്, वो लगे इनका वक्त बहुत कीमती സമയം കഴിച്ചുകൂട്ടുകയാണ്, अल्लाह ताला താങ്കൾ എന്തിനാണ് സമയം പാഴാക്കുന്നത്? हमेशा മുബല്ലിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. बैत को निभाने की അള്ളാഹു तौफीक अता फरमाए അദ്ദേഹത്തിന്റെ മക്കൾക്ക് എപ്പോഴും ആത്മാർത്ഥമായ നിലയിൽ ബയ്യത്ത് നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ, കാരുണ്യത്തോടെ വർത്തിക്കുമാറാകട്ടെ. साहब आर्किटेक्ट का है രണ്ടാമത്തെ ജനാസ जिनकी ബഹുമാന്യ को മലക് ഷഫീഖ് അഹമ്മദ് സാഹിബ് ആർക്കിടെക്ടറിന്റേതാണ്. न्यू जर्सी में ജനുവരി 6 वफात വെർജീനിയ ന്യൂ ജേഴ്സിയിലാണ് ये ठीक ठाक थे
അദ്ദേഹം उससे वहाँ किसी की शादी पे गए हुए थे, വഫാത്തായത്. शादी पे अपने बेटे को कहा कि वक्त है काफी, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആരോഗ്യവാനായിരുന്നു. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. का दौरा पड़ा है, വിവാഹത്തിനിടയിൽ മകനോട് പറഞ്ഞു, സമയം ധാരാളമുണ്ട്, ആദ്യം നമസ്കരിക്കാം. വുളുവെടുത്ത് പുറത്തു വന്നപ്പോൾ ഹൃദയാഘാതമുണ്ടായി. बैठे थे, അദ്ദേഹത്തിന്റെ മകനും വാഷ്റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. वो जब उठाने के लिए ഏതായാലും പുറത്തിരുന്ന ഒരു അഹമ്മദിയോട് वहाँ एक എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. डॉक्टर ने आके देखा इनको, उनको അദ്ദേഹത്തെ താങ്ങാനായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹം താഴെ വീണു. അവിടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു, लेकिन जब अस्पताल पहुंचे तो കാർഡിയോളജിസ്റ്റായ ഡോക്ടറായിരുന്നു. അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഹൃദയാഘാതമാണെന്ന് മനസ്സിലായി. ഏതായാലും ആംബുലൻസും എത്തി. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. खानदान इनका और इनके दादा मतलब मीर मोहम्मद साहब ने 1924 അദ്ദേഹത്തിന്റെ ബന്ധം സിയാൽക്കോട്ടുമായിട്ടായിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം. के बाद അദ്ദേഹത്തിന്റെ പിതാമഹൻ മലക്ക് ദീൻ മുഹമ്മദ് സാഹിബ് 1924 ബയ്യത്ത് ചെയ്തത്. और फिर इन्होंने അതിനുശേഷം इंजीनियरिंग की 19 അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആത്മാർത്ഥ അഹമ്മദി കുടുംബമായിരുന്നു. 1968 में അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചു. അവിടെ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ ശേഷം മിനിസ്ട്രി ഓഫ് ഡിഫൻസിലും ജോലി ചെയ്തു. करते रहे और वहां से रिटायर होने के बाद പിന്നീട് 4-5 വർഷം ലിബിയയിലും ജോലി ചെയ്തു. പിന്നീട് ലാഹോറിൽ LDA-യിൽ ജോലി ചെയ്തു. അവിടുന്ന് വിരമിച്ചതിനു ശേഷം इन्होंने जमाती तौर पर भी അമേരിക്കയിലെത്തി. काफी खिदमत की हैं। എന്നാൽ ഈ വേളകളിലും അദ്ദേഹം ധാരാളം ജമാഅത്തി സേവനങ്ങൾ ചെയ്തിരുന്നു. 4ാം ഖിലാഫത്ത് കാലത്ത് താമീറാത്ത് വിഭാഗം സ്ഥാപിതമായപ്പോൾ അവിടെയും അദ്ദേഹത്തിന് സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചു. അതിഥി മന്ദിരത്തിന്റെ വിപുലീകരണം, ലജ്ന ഹാളിന്റെ നിർമ്മാണം, മസ്ജിദ് മുബാറക്കിന്റെ വിപുലീകരണം, ദാറുൽ ഖദായുടെ കെട്ടിട നിർമ്മാണം मस्जिद തുടങ്ങിയവയിൽ അദ്ദേഹത്തിന് ധാരാളം സേവനം ചെയ്തിട്ടുണ്ട്. 2001 असली मुजराबे ने कुछ तब्दीलियां ഖലീഫ റാബി മസ്ജിദ് ബൈത്തുൽ ഫുത്തൂഹിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ और यहाँ काफी देर ये रहे हैं। അദ്ദേഹത്തെ ഇവിടേക്ക് വിളിപ്പിക്കുകയും അഭിപ്രായം ആരായുകയും ചെയ്തിരുന്നു. आजकल ब्राजील ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു നീണ്ടകാലം ഇവിടെ തങ്ങുകയും ചെയ്തിരുന്നു. मस्जिद के प्रोजेक्ट पे काम कर रहे थे और बड़ी ഇപ്പോൾ ബ്രസീൽ മിഷൻ ഹൌസ്, काम कर रहे थे क्योंकि ഗോയിട്ട മാലയിൽ മസ്ജിദ്, ട്രാനിയിൽ മസ്ജിദ് എന്നീ പ്രൊജക്ടുകളിൽ വ്യാപൃതനായിരുന്നു. വളരെ വഖഫിന്റെ ആത്മാവോടുകൂടി പണിയെടുക്കുമായിരുന്നു. ആദ്യം വഖഫായിരുന്നില്ല, എന്നാൽ റിട്ടയർമെന്റിന് ശേഷം സ്വയം തന്നെ പരിപൂർണമായും ജമാഅത്തി സേവനത്തിനായി ഏൽപ്പിച്ചിരുന്നു. मस्जिद नूर मॉडल टाउन की तोसी के काम में भी इनकी निगरानी हुई, जिसमें 2010 വെടിവെപ്പുണ്ടായ फायरिंग हुई थी। മസ്ജിദ് നൂർ മോഡൽ ടൌണിന്റെ വിപുലീകരണത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. जमाती कामों को फौरी लबैक कहने वाले थे। സാധു സംരക്ഷകനും ധീരനും ജമാഅത്ത് പ്രവർത്തനങ്ങളിൽ ഉടൻ ലബ്ബൈക്ക് പറയുന്ന വ്യക്തിയുമായിരുന്നു. ये लिखती हैं कि जमात और खुलफा के खिलाफ कोई बात बर्दाश्त नहीं करते थे और उसको सख्त नापसंद करते थे। അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതുന്നു, ജമാഅത്തിനും ഖലീഫമാർക്കുമെതിരായി ഒരു വാക്കും അദ്ദേഹം സഹിക്കില്ലായിരുന്നു. അതിനെ കഠിനമായി വെറുത്തിരുന്നു. തഹജ്ജുദും ഖുർആൻ പാരായണത്തോടുമായിരുന്നു ദിവസം ആരംഭിക്കുന്നത്. അതിൽ വളരെ ആനന്ദം അനുഭവിച്ചിരുന്നു. അധികവും രാത്രി ജമാഅത്തിന്റെ ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചുകൊണ്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. शेख हारिस साहब ने भी जो हमारे वक्फे जिंदगी അദ്ദേഹത്തിന്റെ ഭാര്യ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. दिया इंजीनियर, റബോയിലെ എഞ്ചിനീയറിംഗ് സെക്ഷന്റെ ജനറൽ സെക്രട്ടറിയും उन्होंने भी इनके बारे में വഖഫെ ജിന്ദഗിയുമായ ഷേഖ് ഹാരിസ് സാഹിബ് അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. പറയുന്നു, വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തിരുന്നു. थी इनकी सरकारी റബുവയിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാനും ചില ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു. बड़ी मेहनत സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് പോലും വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും പരിശ്രമത്തോടും കൂടി വന്ന് പണിയെടുക്കുമായിരുന്നു. उनके साथ आजकल ये काम कर रहे थे। उन्होंने भी लिखा कि हैरतअंगेज तौर पर ബ്രസീലിലെ മുബല്ലിഗിനോടൊപ്പം ഈ സമയത്ത് പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അത്ഭുതകരമായ നിലയിൽ പരിശ്രമത്തോടും ആത്മാർത്ഥത്തോടും കൂടി ജോലി ചെയ്യുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ തലമുറയെയും ഖിലാഫത്തുമായും ജമാഅത്തുമായും ബന്ധപ്പെടുത്തി നിർത്തട്ടെ. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله